30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. അതിൽ ഉമ്മ ജീവിച്ചിരിപ്പുള്ളവർ കൈ അവിടെ തന്നെ വെച്ചോളൂ, ബാക്കിയുള്ളവർ കൈ താത്തിട്ടോ. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഉമ്മ ജീവിച്ചിരിപ്പുള്ളവർ അല്ലേ? നിങ്ങളെ ഉമ്മക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 കൊല്ലം പ്രായം ഉണ്ടാവും, 50 വയസ്സുണ്ടാവും അല്ലേ? ശരി, ഇനി ശരിക്കും ശ്രദ്ധിക്കണേ. ഉമ്മാനെ മടുത്തവർ കൈ പൊക്കിക്കോളൂ, ബാക്കിയുള്ളവർ കൈ താത്തിട്ട്. ഉമ്മാനെ മടുത്തവർ കൈ പൊക്കിക്കോളൂ അല്ലേ? 30 കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഉമ്മാനെ മടുത്തില്ല ഇല്ല? എന്താ ഉമ്മനെ മടുക്കാത്ത? ഭാര്യനെ മടുത്തോ? മക്കളെ മടുത്തോ? 18 വയസ്സ് പ്രായം അതിന്റെ മുകളിലേക്ക് പ്രായമുള്ള മക്കളുള്ളവർ കൈപൊക്കിയേ. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മക്കളുള്ളവർ. ശരി, മക്കളെ മടുത്തോ? അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കുക, എന്തും മനുഷ്യനും മടുക്കും. പുതിയതായി കാറ് വാങ്ങിയ ആൾക്കാരൊന്ന് കൈപൊക്കിയേ. ഒരു വർഷത്തിനുള്ളിൽ പുതിയ കാറ് വാങ്ങിയ ആൾക്കാരൊന്ന് കൈപൊക്കിയേ. ഒരു വർഷത്തിനുള്ളിൽ ഏതാ കാറ് വാങ്ങിയേ? പക്ഷെ പേരറിയില്ലേ? ഏതാ കാറ് വാങ്ങിയേ? ശരി, പിന്നെ പുതിയ കാറ് വാങ്ങിയൊരു കൈപൊക്കിയേ. നിങ്ങളെ പഴയ കാറിന് എന്തായിരുന്നു കുഴപ്പം? പഴയ കാറിന് എന്തേ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് മടുത്തതാ. ഉണ്ടോ? പുതിയ ഫോൺ വാങ്ങിയ ആൾക്കാരുണ്ടാവും. പഴയ ഫോൺ എന്തേ കുഴപ്പം? ഇത് എന്താന്നറിയില്ല, ഒരു സ്ലോ. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് മടുത്തു. ഒരു 2 കൊല്ലം യൂസ് ചെയ്തപ്പോ നിങ്ങൾക്ക് മടുത്തു. പുതിയ വേർഷൻ വന്നു, കാര്യങ്ങൾ വന്നു, അപ്പൊ പുതിയൊക്കെ മാറണം. ഇത് മടുത്തു. പുതിയ കാറ് വാങ്ങിയപ്പോ എന്തായിരുന്നു ഇതിന്റെ പോരിശ? എന്റെ മോനെ എന്താ കാറ് അല്ലേ? ഇപ്പോഴോ അത് 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം ആകുമ്പോഴേക്ക് മടുത്തു. നിങ്ങൾ നോക്ക്, ഒരു കാറ് കമ്പനി ഉണ്ടാക്കുന്നത് 5 കൊല്ലത്തേക്ക് 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കാനാണ് അത്രേ. അതാണ് കാറിന്റെ കപ്പാസിറ്റി. അവിടെ എല്ലാ കാറും കമ്പനിയും 5 കൊല്ലം വാറണ്ടി ഒക്കെ കൊടുക്കും മാക്സിമം. ഒരു കാർ ഉണ്ടാക്കുന്നത് 5 കൊല്ലത്തേക്ക് 1 ലക്ഷം കിലോമീറ്റർ അത് ഓടിയാ പിന്നെ കാറ് കഴിഞ്ഞ്. കാറ് കമ്പനിക്ക് അറിയാം 5 കൊല്ലം കഴിയുമ്പോൾ ഇത് മടുക്കുന്നു. എന്നിട്ട് നമ്മൾ പുതിയൊരു കാറ് വാങ്ങും. ആ കാറിൽ പുതിയത് എന്താ ഉള്ളത്? നിങ്ങൾ പുതിയത് വാങ്ങിയ കാറിന് ക്ലച്ച് ഇല്ലേ, ബ്രേക്ക് ഇല്ലേ, ആക്സിലേറ്റർ ഇല്ലേ, ഹോണില്ലേ, സ്റ്റിയറിംഗ് ഇല്ലേ? നോക്ക് നിങ്ങള്. നമുക്ക് മടുക്കും, എന്തും. ഫോണ് മടുക്കും, ഫോണിൽ കാണുന്നത് മടുക്കും, നമ്മുടെ കാറ് മടുക്കും, എല്ലാം മടുക്കും. പക്ഷെ മടുക്കാത്തൊരു സാധനം ബന്ധങ്ങളാണ്. മക്കളെ മടുക്കൂല, ഭാര്യയെ മടുക്കൂല, ഉമ്മയെ മടുക്കൂല, ബാപ്പയെ മടുക്കൂല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ ജീവിതത്തിൽ മടുപ്പില്ലാത്ത കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സ്ട്രെസ് നിന്ന് മാറാൻ പറ്റുള്ളൂ.